ഹായ് എവരി വൺ, ഗുഡ് മോർണിംഗ്. അസ്രയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന ചാപ്റ്റർ നമ്മളെടുത്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ നോട്ട്സ് ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അതുപോലെ നമ്മുടെ ക്ലാസ് 3 പാർട്ടായിട്ടാണ് അപ്ലോഡ് ചെയ്തത്. കാണാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, കാണാം കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എല്ലാ ചാപ്റ്ററും നമ്മൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ നോട്ട്സും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോഷ്യലിൻ്റെ. അപ്പോൾ ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് പോപ്പുലേഷൻ? പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ എന്താ? ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, പോപ്പുലേഷൻ ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ എൻ ഏരിയ ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ഓഫ് ടൈം. നെക്സ്റ്റ് ഡെമോഗ്രഫി ആണ്. ഡെമോഗ്രഫി ഈസ് ദ ബ്രാഞ്ച് ഓഫ് സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ സച്ച് ആസ് ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ്സ്, മൈഗ്രേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി. ഓക്കെ, അതായത് ജനന മരണ നിരക്കുകളും അതുപോലെ കുടിയേറ്റം, ജനസാന്ദ്രത തുടങ്ങിയ ജനസംഖ്യാഘടനയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയെ നമ്മൾ എന്ത് പറയും? ഡെമോഗ്രഫി എന്ന് പറയും. മലയാളത്തിൽ ജനസംഖ്യാശാസ്ത്രം എന്ന് പറയും. ഓക്കെ, അതുകൂടെ നോക്കാം. ഡെമോഗ്രഫി ഈസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് പോപ്പുലേഷൻ. ദിസ് വേർഡ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ദ ഗ്രീക്ക് വേർഡ്സ് ഡെമോസ്, പീപ്പിൾ, ആൻഡ് ഗ്രാഫെയിൻ മീൻസ് ഡിഫൈൻ. ഇറ്റ് റെഫേഴ്സ് ടു ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പീപ്പിൾ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ പറയുന്നത്. പിന്നെ ജനസംഖ്യാശാസ്ത്രം അല്ലെങ്കിൽ ഡെമോഗ്രഫി എന്ന പദം എവിടെ നിന്നാണ് വന്നതെന്ന് വെച്ചാൽ ഒരു ഗ്രീക്ക് പദമാണ്. ഏതൊക്കെ പദത്തിൻ്റെ കോമ്പിനേഷനാണ്? അതായത് ഡെമോസ്, ജനങ്ങൾ എന്നർത്ഥം വരുന്ന ഡെമോസ് എന്ന് പറഞ്ഞ വേർഡും, അതുപോലെ തന്നെ ഗ്രഫൈൻ എന്ന വേർഡിൽ നിന്ന് വിശദീകരിക്കുക അല്ലെങ്കിൽ ഡിഫൈൻ എന്നുള്ള ഗ്രഫൈൻ എന്നുള്ള വേർഡും ചേർന്നാണ് ഈ ഡെമോഗ്രഫി എന്ന് പറഞ്ഞ വേർഡ് ഉണ്ടായത്. അപ്പോൾ ജനങ്ങളെക്കുറിച്ചുള്ള വിവരണം, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദി പീപ്പിൾ, ഇതാണ് ഇത് അർത്ഥമാക്കുന്നത്. ഓക്കെ, ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ സൈസ്. ജനസംഖ്യയുടെ വലുപ്പത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, 1 ബർത്ത് ജനനം, 2 ഡെത്ത് മരണം, 3rd പോയിന്റ് മൈഗ്രേഷൻ അതായത് കുടിയേറ്റം തുടങ്ങിയവയാണ്. ഓക്കെ, വാട്ട് പ്രോബ്ലം അറൈസ് വെൻ ദ പോപ്പുലേഷൻ ഇൻക്രീസസ്? അതായത് ജനസംഖ്യ വർദ്ധിക്കുമ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്നാണ് ചോദിക്കുന്നത്. ഒന്ന് പോവർട്ടി, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അൺഎംപ്ലോയ്മെൻറ്റ്, അല്ല പോവർട്ടി എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യമാണ്. അൺഎംപ്ലോയ്മെൻറ്റ് തൊഴിലില്ലായ്മ, സ്റ്റാവേഷൻ പട്ടിണിയാണ്. ദെൻ എൻവയോൺമെൻറ്റൽ പ്രോബ്ലംസ്, പാരിസ്ഥിതിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. ഓക്കെ, ഇതൊക്കെ നമുക്ക് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും കേട്ടോ. ഇനി നമ്മൾ നോക്കുന്ന 2 ബ്രാഞ്ചസ് ഓഫ് ഡെമോഗ്രഫിയാണ്. ഡെമോഗ്രഫിയുടെ 2 ബ്രാഞ്ചസ് ആണ്. ഏതൊക്കെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട്? സോഷ്യൽ ഡെമോഗ്രഫി ആൻഡ് ഫോർമൽ ഡെമോഗ്രഫി. സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയും. അതുപോലെ തന്നെ ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ ഔപചാരിക ജനസംഖ്യാശാസ്ത്രം എന്നും പറയും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് സോഷ്യൽ ഡെമോഗ്രഫി എന്ന് നോക്കാം. സോഷ്യൽ ഡെമോഗ്രഫി ഇൻവെസ്റ്റിഗേറ്റ്സ് the structure of social demography and its cause and consequence of change. It emphasizes the socio-economic and political patterns of a region. നമ്മളിത് പറഞ്ഞതാണ്. എന്താണ് ഈ സോഷ്യൽ ഡെമോഗ്രഫി എന്ന് പറയുന്നത്? ജനസംഖ്യയുടെ ഘടനയും അവയുടെ മാറ്റത്തിൻ്റെ കാരണങ്ങളും അതിൻ്റെ അനന്തരഫലങ്ങളും അന്വേഷിക്കും. അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ രീതികൾക്കാണിത് പ്രാധാന്യം നൽകുന്നത്. ഏത്? സോഷ്യൽ ഡെമോഗ്രഫി അഥവാ മലയാളത്തിൽ നമ്മൾ സാമൂഹിക ജനസംഖ്യാശാസ്ത്രം എന്ന് പറയും. നെക്സ്റ്റ് ഫോർമൽ ഡെമോഗ്രഫി എന്താണെന്ന് നോക്കുക. ഫോർമൽ ഡെമോഗ്രഫി measures and analyze the factors of population change. Census is an example for a formal demographic study. It collects and analyzes data on population size, age structure, gender ratio and the socio-economic status of the country. അപ്പോൾ എന്താണ് ഫോർമൽ ഡെമോഗ്രഫിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ, ഫോർമൽ ഡെമോഗ്രഫി എന്താണ്? ജനസംഖ്യ മാറ്റത്തിൻ്റെ ഘടകങ്ങളെ വിശകലനം ചെയ്യും. അതുപോലെ തന്നെ അതൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, മാറ്റത്തിന് വിശകലനം ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നത് സെൻസസ് ആണ് അവിടെ എക്സാമ്പിളായിട്ട് പറയുന്നത്. മലയാളം നമ്മൾ ജനസംഖ്യാ കണക്കെടുപ്പ് എന്ന് പറയും അല്ലേ. അപ്പം ജനസംഖ്യാ കണക്കെടുപ്പാണ്. അതുപോലെ തന്നെ ഈ സെൻസസിലൂടെ രാജ്യത്തെ ജനങ്ങളുടെ എണ്ണം, പ്രായഘടന, അതുപോലെ തന്നെ സ്ത്രീ പുരുഷാനുപാതം, സാമൂഹിക സാമ്പത്തിക അവസ്ഥ തുടങ്ങിയ എല്ലാ ഡാറ്റാസും ശേഖരിച്ചിട്ടാണ് വിശകലനം ചെയ്യുക. ഇതാണ് ഫോർമൽ ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം കാണാൻ 2 ചോദ്യമുണ്ട്. 85 പേജ് നമ്പർ ലാസ്റ്റ് ഭാഗത്ത്. വെൻ വാസ് ദ സെൻസസ് സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ?
ദെൻ നെക്സ്റ്റ്, വെൻ വാസ് ദ ലാസ്റ്റ് സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് എപ്പോഴാണ്? അതുപോലെ ഇന്ത്യയിലെ അവസാനത്തെ സെൻസസ് നടന്നത് എപ്പോഴാണ്? അപ്പോൾ ഇന്ത്യയിൽ സെൻസസ് ആരംഭിച്ചത് 1881 1881 അതുപോലെ തന്നെ 1872 പിന്നെ വൈസ്രോയി ലോർഡ് മായോയുടെ കീഴിൽ ഒരു സെൻസസ് നടന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ആദ്യത്തെ സമ്പൂർണ്ണ സെൻസസ് നടന്നു എന്ന് പറയുന്നത് 1881 ഓക്കെ. അതുപോലെ തന്നെ വെൻ വാസ് ദ ലാസ്റ്റ് സെൻസസ് കണ്ടക്റ്റഡ് ഇൻ ഇന്ത്യ എന്ന് ചോദിക്കുമ്പോൾ ഇയർ 2011 2011 ലാസ്റ്റ് സെൻസസ് നടന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഭാഗത്താണുള്ളത്, ശ്രദ്ധിക്കുക. ഡിഫറെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി അല്ലേ, ജനസംഖ്യാശാസ്ത്രത്തിൻ്റെ വ്യത്യസ്ത സൂചകങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഫസ്റ്റ് വൺ മൈഗ്രേഷൻ, കുടിയേറ്റാണ്. സെക്കൻഡ്, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനനനിരക്കും മരണനിരക്കും. അടുത്തത് പോപ്പുലേഷൻ ഡെൻസിറ്റി, ജനസാന്ദ്രത. നെക്സ്റ്റ്, ഫീമെയിൽ മെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷാനുപാതം ശിശുലിംഗാനുപാതം. അടുത്തത് ലൈഫ് എക്സ്പെക്റ്റൻസി, ആയുർദൈർഘ്യം. നെക്സ്റ്റ്, ഏജ് സ്ട്രക്ചർ, പ്രായഘടന. അടുത്ത പോയിന്റ് ഡിപ്പെൻഡൻസി റേഷ്യോ, ആശ്രിതാനുപാതം. ഓക്കെ, നമ്മളിപ്പോൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോയിട്ടുണ്ട്. അതുപോലെ നമുക്ക് നോട്ടിലും അതുപോലെ തന്നെ പഠിക്കാം. നെക്സ്റ്റ് ഭാഗത്തേക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇൻഡിക്കേറ്റേഴ്സിനെ എക്സ്പ്ലെയിൻ ചെയ്ത് പോവാം. ആദ്യത്തേത് മൈഗ്രേഷൻ ആണെന്ന് പറഞ്ഞാൽ അല്ലേ, വാട്ട് ഈസ് മൈഗ്രേഷൻ, എന്താണ് കുടിയേറ്റം എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് കുടിയേറ്റം എന്ന് പറയുക? മൈഗ്രേഷൻ ഈസ് ദ പെർമനൻറ്റ് ഓർ ടെമ്പററി സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ദർ ആർ മെയിൻലി 2 types ഓഫ് മൈഗ്രേഷൻ. അതായത് ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് നമ്മളെന്ത് പറയുക? കുടിയേറ്റം എന്ന് പറയുക. അതുപോലെ കുടിയേറ്റം എന്താണ്? 2 തരത്തിലുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്ന് തൊട്ട് താഴെ പറയുന്നുണ്ട്. 2 types ഓഫ് മൈഗ്രേഷൻ ഏതൊക്കെയാണെന്ന്. ഒന്ന് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയും. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ആണ് അടുത്തത്. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യാന്തര കുടിയേറ്റം എന്നാണ് പറയാം. ഓക്കെ, അപ്പോൾ നോക്കിയേ, എന്താണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ അഥവാ ആഭ്യന്തര കുടിയേറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? മൈഗ്രേഷൻ വിത്തിൻ എ കൺട്രീസ് ബോർഡർ ഈസ് കോൾഡ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. രാജ്യ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റത്തെ എന്തു പറയും? ഇൻറ്റേർണൽ മൈഗ്രേഷൻ, അതായത് ആഭ്യന്തര കുടിയേറ്റം എന്ന് പറയും. ഓക്കെ, നോക്കുക. പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് കമ്മിങ് ടു കേരള ആർ എക്സാമ്പിൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? കേരളത്തിലെ ജനങ്ങൾ തൊഴിൽ തേടിയിട്ട് മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകാറുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം ഇതര സംസ്ഥാന തൊഴിലാളികൾ എങ്ങോട്ട് വരാറുണ്ട്? തൊഴിൽ തേടിയിട്ട് കേരളത്തിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് വിളിക്കും? ആഭ്യന്തര കുടിയേറ്റം എന്നാണ് പറയും. ഓക്കെ, അല്ലെങ്കിൽ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്നാണ് പറയാം. അപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തിയിൽ അല്ലേ, കൺട്രിയുടെ ബോർഡറിനുള്ളിലുള്ള മൈഗ്രേഷനാണിത്. ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറയും. അപ്പോൾ നെക്സ്റ്റ് ഇൻ്റർനാഷണൽ മൈഗ്രേഷനാണ്. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ മൈഗ്രേഷൻ അക്രോസ് കൺട്രി ബോർഡേഴ്സ് ഈസ് ജനറലി കോൾഡ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ. രാജ്യത്തിൻ്റെ അതിർത്തി കടന്നുള്ള കുടിയേറ്റത്തെയാണ് നമ്മൾ പറയേണ്ടത്. രാജ്യത്തിൻ്റെ അതിർത്തി വിട്ട് പുറത്തേക്ക് പോവുക, ആ അതിർത്തി കടന്നുള്ള കുടിയേറ്റത്തെയാണ് എന്ത് വിളിക്കുക? ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയാം. ആൻ എക്സാമ്പിൾ ഓഫ് ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം ഇന്ത്യ ടു ഗൾഫ് കൺട്രീസ് ആൻഡ് യൂറോപ്യൻ കൺട്രീസ്. അല്ലെ, ഇന്ത്യയിൽ നിന്ന് ഗൾഫിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കൊക്കെ ജനങ്ങൾ പോകുന്നത് രാജ്യാന്തര കുടിയേറ്റം അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മൈഗ്രേഷന് എക്സാമ്പിളാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ചോദ്യമാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൈഗ്രേഷൻ ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ വിച്ച് മൈഗ്രേഷൻ ദേ ആർ ആൻഡ് ആഡ് മോർ എക്സാമ്പിൾ ടു ദ ലിസ്റ്റ്. അതായത് ഒന്ന് മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ് പറഞ്ഞിട്ടുണ്ട്, അതായത് വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ. അടുത്ത് നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ കേരള. കേരളത്തിലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ നിർമ്മാണ മേഖലയിൽ ജോലി ചെയ്യുന്ന ഉത്തരേന്ത്യൻ തൊഴിലാളികൾ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഗോയിങ് അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്, പഠനാവശ്യത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിൽ പോകുന്ന വിദ്യാർത്ഥികൾ. അപ്പം ഇത് നിങ്ങളോട് ചോദിക്കുകയാണ്, ഏത് കുടിയേറ്റത്തിലാണ് വരിക? ഇൻറ്റേർണൽ മൈഗ്രേഷൻ ആണോ അല്ല ഇൻ്റർനാഷണൽ മൈഗ്രേഷനിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യത്തെ നോക്കുക, ഇൻറ്റേർണൽ മൈഗ്രേഷനിൽ ഏതാ വരിക? നോർത്ത് ഇന്ത്യൻ വർക്കേഴ്സ് വർക്കിംഗ് ഇൻ ദ കൺസ്ട്രക്ഷൻ സെക്ടർ ഇൻ കേരള അല്ലേ, അവർ രാജ്യത്തിനകത്ത് തന്നെയാണ്, രാജ്യാതിർത്തിക്കുള്ളിൽ തന്നെയാണ്. അപ്പം ഫസ്റ്റ് നമുക്ക് ഇൻറ്റേർണൽ മൈഗ്രേഷനിൽ അത് ഉൾപ്പെടുത്താം. ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ വരുമ്പോൾ മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ് അല്ലെ, രാജ്യാതിർത്തി കടന്നുപോയി മലയാളീസ് വർക്കിംഗ് ഇൻ ഫോറിൻ കൺട്രീസ്, വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ. അതുപോലെ തന്നെ സ്റ്റുഡൻസ് ഗോയിങ് അബ്രോഡ് ഫോർ ഹയർ സ്റ്റഡീസ്, എന്താ പഠനാവശ്യത്തിനായിട്ട് വിദേശ രാജ്യങ്ങളിലേക്ക് വിദ്യാർത്ഥികൾ പോകുന്നതും ഇൻ്റർനാഷണൽ മൈഗ്രേഷനിലാണ് പെടുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്, ജനന നിരക്കും മരണനിരക്കും നോക്കാം. ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലേബേഴ്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ജനസംഖ്യയിലെ ഓരോ 1000-നും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ബർത്ത് റേറ്റ് അഥവാ ജനനിരക്ക് എന്ന് പറയുന്നത്. ഡെത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ ഈസ് എ പെർട്ടിക്കുലർ ഏരിയ അറ്റ് എ സ്പെസിഫിക് ടൈം. ഒരു പ്രത്യേക പ്രദേശത്ത് ഒരു നിശ്ചിത സമയത്തിൽ
ജനസംഖ്യയിലെ ഓരോ 1000-ലും മരിക്കുന്നവരുടെ എണ്ണത്തിനാണ് എന്ത് പറയുക, ഡെത്ത് റേറ്റ് എന്ന് പറയാം. ഓക്കെ, ഇതാണ് ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 91 ചോദ്യമുണ്ട്. എന്താണ്, വേർ ഡു വി രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത്സ് ഇൻ എ റൂറൽ ഏരിയാസ്, വേർ ഡു വി രജിസ്റ്റർ ബർത്ത് ആൻഡ് ഡെത്ത്സ് ഇൻ അർബൻ ഏരിയാസ്. അതായത് ഗ്രാമപ്രദേശത്ത് ജനനമരണങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത് എവിടെയാണ്, അതുപോലെ നഗര പ്രദേശങ്ങളിൽ, പട്ടണ പ്രദേശങ്ങളിൽ ജനനമരണങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പം റൂറൽ ഏരിയാസിൽ ഗ്രാമപ്രദേശങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നത് ഗ്രാമപഞ്ചായത്തിലും, അതുപോലെ തന്നെ അർബൻ ഏരിയാസിൽ എന്ന് പറഞ്ഞാൽ മുനിസിപ്പാലിറ്റീസിലും ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലുമാണ് രജിസ്റ്റർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഡെൻസിറ്റി പോപ്പുലേഷൻ ആണ്. ഡെൻസിറ്റി പോപ്പുലേഷൻ അഥവാ മലയാളത്തിൽ നമ്മൾ ജനസാന്ദ്രത എന്ന് പറയും. എന്താണ് ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ, ദ പോപ്പുലേഷൻ ഓഫ് എൻ ഏരിയ ഇസ് ദ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ബട്ട് ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഇസ് കോൾഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ, നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പോൾ ഇവിടെ എന്നാൽ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയാണ് എന്ത് പറയാം, ഡെൻസിറ്റി പോപ്പുലേഷൻ എന്ന് പറയാം, അല്ലെ ജനസാന്ദ്രത എന്ന് പറയാം. ഓക്കെ, വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയാസ്. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത്, അതായത് ജനസാന്ദ്രത ഉയർന്ന പ്രദേശത്തെ സാമൂഹിക പ്രശ്നങ്ങൾ എന്തെല്ലാമായിരിക്കും എന്നാണ് ചോദിച്ചത്. ഫസ്റ്റ് പോയിന്റ്, ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്, തുറസായൊരു സ്ഥലവും ഉണ്ടാവില്ല അല്ലേ. നെക്സ്റ്റ്, പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാവും. ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ്, ജലസംഭരണം കുറവായിരിക്കും. ദെൻ ക്രൗഡിങ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം. ഓക്കെ, വൈ ഡു സം ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഹാവ് ഹയർ പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് സം ഹാവ് ലോവർ. ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുണ്ട് ഉയർന്ന ജനസംഖ്യയും മറ്റ് സംസ്ഥാനങ്ങളിൽ വളരെ താഴ്ന്നു നിൽക്കുന്നതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അതിൻ്റെ കാരണങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്ന് ക്ലൈമറ്റ് ആണ്, കാലാവസ്ഥ. നെക്സ്റ്റ് ടോപ്പോഗ്രഫി, ഭൂപ്രകൃതിയാണ്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് സോയിൽ, മണ്ണിനങ്ങൾ. അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലത്തിൻ്റെ ലഭ്യത. ഓക്കെ, പിന്നെ എക്കണോമിക് ഡെവലപ്മെൻറ്റ്, സാമ്പത്തിക പുരോഗതി. ഇതൊക്കെ അതിലെ ഘടകങ്ങളാണ്. ഓക്കെ, male female ratio and child sex ratio. Sex ratio is the number of females per 1000 males in a particular area during a specific period of time. അങ്ങനെ പറഞ്ഞാൽ എന്താ, ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ട് എന്ന് കണക്കാക്കുന്നതിനെയാണ് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6. അതായത് 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ എന്ന് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, ചൈൽഡ് സെക്സ് റേഷ്യോ, മലയാളത്തിൽ ശിശുലിംഗാനുപാതം എന്ന് പറയാം. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യമാണ്. വാട്ട് ഈസ് ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻ ഇന്ത്യ ആൻഡ് കേരള ആസ് പെർ ദ 2011 സെൻസസ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെയും കേരളത്തിലെയും സ്ത്രീ പുരുഷ അനുപാതം എത്രയാണെന്നാണ് ചോദിച്ചത്. ഇന്ത്യയിൽ 943, കേരളത്തിൽ 1084. ഓക്കെ, അതുപോലെ തന്നെ ടെക്സ്റ്റ് ബുക്കിലെ മറ്റൊരു ചോദ്യമാണ്. വാട്ട് മൈറ്റ് ബി ദ സോഷ്യൽ പ്രോബ്ലംസ് ക്രിയേറ്റഡ് ബൈ ദ ഡിക്രീസിങ് മെയിൽ ഫീമെയിൽ റേഷ്യോ. കുറയുന്ന സ്ത്രീ പുരുഷ അനുപാതം എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങളായിരിക്കും സൃഷ്ടിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയായിരിക്കും സാമൂഹിക പ്രശ്നങ്ങൾ എന്ന് ചോദിച്ചാൽ നമുക്ക് ഇവിടെ പിന്നെ എക്സ്പ്ലോയിറ്റേഷൻ പറയാം അല്ലേ, ചൂഷണം പറയാം. അതുപോലെ ഹ്യൂമൻ ട്രാഫിക്കിങ്, ദെൻ ജെൻഡർ ഇംബാലൻസ്, ലിംഗ അസമത്വം പറയാം. ദെൻ ഡിസോർഡഡ് മാരേജ് സിസ്റ്റം, വികലമായൊരു മാരേജ് സിസ്റ്റം. ഇതൊക്കെ നമുക്ക് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ലൈഫ് എക്സ്പെക്റ്റൻസി എന്താണെന്ന് നമ്മളോട് ചോദിക്കുക. നമ്മൾ ഈ പറഞ്ഞ ഇൻഡിക്കേറ്റേഴ്സിൽ ഒന്നാണ് ലൈഫ് എക്സ്പെക്റ്റൻസി. അപ്പോൾ എ പേഴ്സൺസ് ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് ആൻ എസ്റ്റിമേറ്റ് ഓഫ് how long he lives on an average. Life expectancy is determined on the basis of death rate of each age group in a particular area. Okay, അപ്പോൾ ഇവിടെ ഒരാൾ ശരാശരി എത്ര കാലം ജീവിച്ചിരിക്കും എന്ന കണക്കാണ് ഈ ലൈഫ് എക്സ്പെക്റ്റൻസി അഥവാ മലയാളത്തിൽ നമ്മൾ ആയുർദൈർഘ്യം എന്ന് പറയും. ആയുർദൈർഘ്യം എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസി ഈസ് ഡിറ്റർമിൻഡ് ഓൺ ദ ബേസിസ് ഓഫ് ഡെത്ത് റേറ്റ് ഓഫ് ഈച്ച് ഏജ് ഗ്രൂപ്പ് ഇൻ എ പെർട്ടിക്കുലർ ഏരിയ. അങ്ങനെ പറഞ്ഞാൽ ഒരു നിശ്ചിത പ്രദേശത്ത് ഓരോ പ്രായവിഭാഗത്തിലെയും മരണനിരക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് ആയുർദൈർഘ്യം കണക്കാക്കുക. ഓക്കെ, അല്ലെങ്കിൽ ലൈഫ് എക്സ്പെക്റ്റൻസി കണക്കാക്കുന്നത്. ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ട് ടു ദ ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ് ഇൻ കേരള. അപ്പോൾ നമ്മൾ ആയുർദൈർഘ്യത്തെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് നിരവധി ഘടകങ്ങൾ കാരണമാണ്. അപ്പോൾ അതിലെ കുറച്ച് കാരണങ്ങൾ നമ്മൾ പിന്നെ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിളൊക്കെ ഉണ്ട്, നമ്മൾ ടേബിളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞതാണ്.
അതുകൊണ്ടാണ് അതൊന്നും ഇതിലേക്ക് ഉൾപ്പെടുത്താതിരുന്നത്. ഒന്ന് വായിക്കുന്ന സമയത്ത് അതും കൂടി നോക്കണം കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. ഓക്കെ, അപ്പോൾ ഇവിടെ കേരളത്തിലെ ഉയർന്ന ആയുർദൈർഘ്യത്തിന് പ്രധാന ഘടകങ്ങൾ അല്ലെങ്കിൽ ഫാക്ടേഴ്സ് കൺട്രിബ്യൂട്ട് ടു ദ ഹൈ ലൈഫ് എക്സ്പെക്ടൻസി റേറ്റ് ഇൻ കേരള ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, ഹൈ ലിറ്റററി റേറ്റ് ആൻഡ് ഹയർ എഡ്യൂക്കേഷനാണ്. അതായത് ഉയർന്ന സാക്ഷരതാ നിരക്കും അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസവും. ഡീസെൻട്രലൈസ്ഡ് പബ്ലിക് ഹെൽത്ത് പോളിസി, അതായത് വികേന്ദ്രീകൃത പൊതുജനാരോഗ്യ നയം. നെക്സ്റ്റ്, ക്ലീൻലിനെസ്, ശുചിത്വമാണ്. അതുപോലെ തന്നെ ഫുഡ് അവൈലബിലിറ്റി ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ, ഭക്ഷ്യ ലഭ്യതയും അതുപോലെ പൊതു വിതരണവും. ഇത്രയും പോയിന്റ്സ് ആണ്, ഈ 4 പോയിന്റ്സ് ആണ്. നന്നായിട്ട് പഠിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ്, പോപ്പുലേഷൻ ഏജ് സ്ട്രക്ചർ ആണ്. നോക്കുക, ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ ഇസ് എ പ്രൊപ്പോർഷൻ ഓഫ് പേഴ്സൺസ് റിലേറ്റീവ്ലി ഇൻ ഡിഫറെൻറ്റ് ഏജ് ഗ്രൂപ്പ്സ്. അതായത് വ്യത്യസ്ത പ്രായവിഭാഗത്തിലുള്ള വ്യക്തികളുടെ അനുപാതമാണ് ജനസംഖ്യ പ്രായഘടന അഥവാ ഏജ് സ്ട്രക്ചർ ഓഫ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, പേജ് നമ്പർ 95. ഓക്കെ, അതുകൂടി നോക്കാം. വിച്ച് ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് വേൾഡ് പോപ്പുലേഷൻ ഡേ? പ്രിപ്പയർ ആൻഡ് ഡിസ്പ്ലേ എ പ്ലക്കാർഡ് ഷോയിങ് ദ മെസ്സേജസ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ ഡേ. അപ്പോൾ എപ്പോഴാണ് വേൾഡ് പോപ്പുലേഷൻ ലോക ജനസംഖ്യാ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ ജൂലൈ 11 ഓർത്ത് നോക്കുക കേട്ടോ. എപ്പോഴാണ്? ജൂലൈ 11. അപ്പോൾ ചോദിക്കുക നെക്സ്റ്റ്, എന്താണ് ഏജിങ് പോപ്പുലേഷൻ? ഏജിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? മലയാളത്തിൽ നമ്മൾ വാർദ്ധക്യ ബാധിത ജനത എന്ന് പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നോക്കുക, പിന്നെ ഏജിങ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ വിത്ത് ദ ഡെവലപ്മെന്റ് ഓഫ് ദ കൺട്രി ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഓൾസോ ഇംപ്രൂവ്ഡ് ആൻഡ് ദ ലൈഫ് എക്സ്പെക്ടൻസി ഇൻക്രീസ്ഡ്. ദ സ്ട്രക്ചർ ratio of the relatively older age group is higher than that of the younger age group. This age structure is called aging population. അതായത് രാജ്യത്തിൻ്റെ വികസനത്തോടൊപ്പം തന്നെ ജീവിത നിലവാരം ഉയരുകയും ആയുർദൈർഘ്യം വർദ്ധിക്കുകയും ചെയ്യും. അപ്പം താരതമ്യേന പ്രായം കൂടിയ വിഭാഗത്തിൻ്റെ പ്രായഘടനാ അനുപാതം ചെറുപ്രായ വിഭാഗത്തെക്കാൾ മുകളിലോട്ട് ഉയരും. ഓക്കെ, അപ്പം ഈ പ്രായഘടനയാണ് എന്ത് പറയുക? ഏജിങ് പോപ്പുലേഷൻ എന്ന് പറയാം, അല്ലെങ്കിൽ മലയാളത്തിൽ വാർദ്ധക്യബാധിത ജനത എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു ഇൻഡിക്കേറ്ററാണ് ഡിപ്പെൻഡൻസി റേഷ്യോ അല്ലേ. അപ്പോൾ ഡിപ്പെൻഡൻസി റേഷ്യോ എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയുക? ഡിപ്പെൻഡൻസി റേഷ്യോ ഈസ് ദ ക്രൈറ്റീരിയൻ യൂസ്ഡ് ടു കമ്പയർ ദ ഡിപ്പെൻഡൻറ്റ് കാറ്റഗറി ഓഫ് പോപ്പുലേഷൻ ആൻഡ് ദ വർക്കിംഗ് പോപ്പുലേഷൻ. അതായത് ജനസംഖ്യയിലെ ഡിപ്പെൻഡൻറ്റ് ആശ്രിത വിഭാഗത്തെയും അതുപോലെ തന്നെ വർക്കിംഗ് തൊഴിലെടുക്കുന്ന വിഭാഗത്തെയും താരതമ്യം ചെയ്യുന്ന ക്രൈറ്റീരിയൻ അല്ലെ മാനദണ്ഡത്തെയാണ് എന്തു പറയുക? ഡിപ്പെൻഡൻസി റേഷ്യോ അഥവാ മലയാളത്തിൽ നമ്മൾ എന്താ പറയുക? ആശ്രിതാനുപാതം എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. എന്താണ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് പറഞ്ഞാൽ? ദ നമ്പർ ഓഫ് എംപ്ലോയിഡ് പീപ്പിൾ ടു ബി മോർ ദാൻ ദ നമ്പർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എമംഗ് ദ വർക്കിംഗ് ഏജ് പോപ്പുലേഷൻ ഈസ് കോൾഡ് ദ ഡെമോഗ്രഫിക് ഗിഫ്റ്റ് ഓർ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. അതായത് സജീവ പ്രായത്തിലുള്ളവരിൽ തൊഴിലെടുക്കുന്നവരുടെ എണ്ണം തൊഴിലെടുക്കാത്തവരെക്കാൾ ഇല്ലെങ്കിൽ തൊഴിലെടുക്കാത്തവരുടെ എണ്ണത്തെക്കാൾ കൂടുതലായാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡെമോഗ്രഫിക് ഡിവിഡൻഡ് എന്ന് വിളിക്കുക. ജനസംഖ്യാ ലാഭവിഹിതം എന്ന് പറയും. ഓക്കെ, യെസ്, ഡെമോഗ്രഫിക് ഗിഫ്റ്റ് അല്ലെങ്കിൽ ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. നെക്സ്റ്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ഡെമോഗ്രഫിക് ഡിവിഡൻഡ്. അപ്പോൾ ഡെമോഗ്രഫിക് ഡിവിഡൻഡിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ജനസംഖ്യാ ലാഭവിഹിതത്തിൻ്റെ നേട്ടങ്ങൾ എന്തൊക്കെയാണ്? ഫസ്റ്റ്, ദ സോഷ്യോ എക്കണോമിക് പ്രോഗ്രസ് ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. രാജ്യത്തിൻ്റെ സോഷ്യോ എക്കണോമിക് സാമൂഹിക സാമ്പത്തിക പുരോഗതി വർദ്ധിക്കും. നെക്സ്റ്റ്, പ്രൊഡക്ടിവിറ്റി ഓഫ് ദ കൺട്രി ഇൻക്രീസസ്. രാജ്യത്തിൻ്റെ ഉൽപാദനക്ഷമത വർദ്ധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ദ കൺട്രി എൻജോയ്സ് ഹൈ ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ രാജ്യത്തിന് ഉയർന്ന മനുഷ്യവിഭവശേഷി ലഭിക്കും. ഇത്രയും പോയിന്റ്സ് ആണ് അവിടെയുള്ളത്. അപ്പോൾ മക്കളെ, നമുക്ക് ഇത്രയും ഭാഗമാണ് ഈ പാഠത്ത് നമുക്ക് നോട്ടായിട്ട് എടുക്കാനുള്ളത്. ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ എന്ന നമ്മുടെ ചാപ്റ്ററിലെ ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറഞ്ഞ നമ്മുടെ പാഠത്തിലെ നോട്ട്സാണ്. അപ്പോൾ ആദ്യത്തെ ക്ലാസ്സൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഭാഗവും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊക്കെ പറയാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസമൊക്കെ മെസ്സേജ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, മലയാളം മീഡിയംകാരെ കൂടി പരിഗണിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇനി വീഡിയോ ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ മലയാളം കൂടി തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അതുപോലെ എല്ലാ പാഠത്തിൻ്റെയും മോഡൽ ക്വസ്റ്റ്യൻസും കൂടി തരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. സമയക്കുറവ് കൊണ്ടാണ്. അപ്പോൾ എല്ലാ ക്ലാസ്സും ഞങ്ങൾ മാക്സിമം അപ്ലോഡ് ചെയ്യും. സോഷ്യൽ സയൻസ് മാത്രമല്ല ബാക്കിയുള്ള സബ്ജക്ട്സൊക്കെ അപ്ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ലാസ്സും കാണുക. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ.